ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ നേതാവ്, കാലത്ത് വെല്ലുന്ന കാഴ്ചപ്പാടുള്ള സംഘാടകൻ ശ്രീ PV മാത്യു 1953 ചേർത്തല തക്കാട്ടുശ്ശേരി തെക്കേ വല്യാറ പുത്തൻപീടികയിൽ ശ്രീ മാത്തൻ വർഗീസിന്റെയും ശ്രീമതി ആൻമരിയയുടെയും മകനായി ജനനം. തക്കാട്ടുശ്ശേരി SMS സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും നേടി. നിയമപഠനം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി. 1975 ഗ്രാജുവേറ്റ് ട്രെയിനിയായി ഫെഡറൽ ബാങ്കിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലേക്ക് വന്ന ശ്രീ മാത്യു 33ാമത്തെ വയസ്സിൽ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാൻ ഇടയാക്കിയ സംഘാടകൻ. ശ്രീ മാത്യുവിന്റെ ദീർഘവീക്ഷണത്തിന്റെയും കർമ്മോത്സുകതയുടെയും ഫലമായിട്ടാണ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ഫിസാറ്റ് എന്ന പേരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായത്. ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകൻ ശ്രീ KP ഹോർമിസിന്റെ ജന്മനാടായ മൂക്കന്നൂരിലെ ഹോർമിസ് നഗറിൽ സ്ഥാപിതമായിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ BTech, MTech, MBA, MCA എന്നീ കോഴ്സുകളിലായി 3000ഓളം വിദ്യാർത്ഥികളും 300ഓളം അധ്യാപകരും ഇന്ന് ശ്രീ മാത്യുവിന്റെ പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായുണ്ട്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കാതെ വിദ്യാഭ്യാസ നിലവാരം മാത്രം ലക്ഷ്യമാക്കിയാണ് ഫിസാറ്റ് പ്രവർത്തിക്കുന്നത്. വിദേശ മലയാളികളുടെ കുട്ടികൾക്കുൾപ്പെടെ ക്യാപിറ്റേഷൻ ഫീയോ ഡൊണേഷനോ ഇല്ലാതെ പ്രവേശനം ലഭിക്കുന്ന അപൂർവം സ്വകാര്യ കോളേജുകളിൽ ഒന്നാണ് ഫിസാറ്റ്. ഭാരതത്തിലെ 4000ഓളം ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ നായകനും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി വ്യക്തമായ ലക്ഷ്യബോധത്തോടെ സംഘടനയെ നയിച്ച ശ്രീ PV മാത്യുവിന്റെ ജീവിത പങ്കാളി ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ കൂടിയായ ശ്രീമതി ഫിലോ K മാത്യു ആണ്. മക്കൾ മീര ആൻ മാത്യു, ഡോക്ടർ മീനു ലിസ് മാത്യു. ദീപിക ശതോത്തര രജത ജൂബിലി എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ്, സ്റ്റാലിയൻസ് ഇന്റർനാഷണൽ ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. അംഗങ്ങളുടെ ക്ഷേമത്തിനായി ഫെഡറൽ ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച് പാർപ്പിട സമുച്ചയ പദ്ധതിയിലൂടെ 1000-ലധികം ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ച ശില്പി. ഫെഡറൽ ബാങ്ക് സ്ഥാപകൻ ശ്രീ KP ഹോർമിസിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച പ്രതിഭ. നമ്മൾ ലോകത്തിൽ അനുഭവിക്കുന്നത് മുൻ തലമുറകളുടെ പ്രവർത്തന ഫലമാണെന്നും വരും തലമുറകൾക്കായി നമ്മൾ കരുതി വെക്കണമെന്നും ആഗ്രഹിക്കുന്ന ശ്രീ PV മാത്യു. ലോക മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു മിസ്റ്റർ ജോഷ്. ഒരു ബാങ്കർ, പൊതുപ്രവർത്തകൻ, സംരംഭകൻ, ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. താങ്കളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയത്? ഞാൻ സ്കൂൾ തലത്തിൽ തന്നെ കുറച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, സംഘടനാ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല, എന്നാലും സംഘടനാപരമായിട്ട് കുട്ടികളുടെ സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ ഈ ദീപിക ബാലയനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് മീറ്റിങ്ങൾ, അന്ന് മന്ത്രിമാര്, അന്ന് സ്പീക്കർ D രാമോദരൻ പോറ്റി, അതുപോലെ മന്ത്രിമാർ ബില്ലിംഗിനെ പോലെ മന്ത്രിമാരൊക്കെ ഒത്തിരി സ്റ്റേജുകൾ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അന്നത്തെ ഒരു രീതിയിൽ ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ നിക്കറിട്ട് അന്നൊരു ടൈ ഇട്ട് സ്റ്റേജ് ഇറങ്ങി, അപ്പുറത്തെ മന്ത്രി, ഇപ്പുറത്ത് ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് സ്കൂൾ തലത്തിൽ തന്നെ എന്തോ ഒരു പ്രാധാന്യമുള്ളവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായി. അതോടൊപ്പം തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് 1ാം സ്ഥാനം. അപ്പൊ അത് പത്രങ്ങളിലൊക്കെ മലയാളം 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഞാനൊരു പ്രാസംഗികനും കൂടിയാണ്. സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇത്, കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതിനൊരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ സംബന്ധിച്ച് സംസാരിക്കും, മീറ്റിങ്ങുകൾ സംസാരിക്കും, നല്ല അപ്രീസിയേഷൻ. അപ്പൊ അടുത്തുള്ള പ്രദേശങ്ങളിലെ സ്കൂൾ വാർഷികങ്ങളൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ എന്നെ പ്രാസംഗികനായിട്ട് വിളിക്കുക. അപ്പൊ ആ രീതിയിൽ സ്കൂൾ തലത്തിൽ തന്നെ എനിക്ക് നല്ലൊരു എന്തോ എക്സ്പോഷറോ അംഗീകാരമോ ഒക്കെ ലഭിച്ചു. പ്രോത്സാഹനം അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ മാതാപിതാക്കളുടെ പിതാവ് കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം പുറത്തേക്കൊന്നും പോയി വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിയിരുന്ന ഒരാളാണ്.
പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകത ഈ ഒരു സാമൂഹിക സേവനം. ഞങ്ങളുടെ അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് തൈക്കാശ്ശേരി. അപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാലൊക്കെ ആ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ രോഗികളെ, ആരോഗ്യമില്ലാത്ത രോഗികളായിട്ടൊക്കെ സംസാരിക്കും. അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. അവർ വേണമെങ്കിൽ പട്ടിണി കഴിക്കുന്നവർക്ക് ചായ മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഊണ് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു രീതിയിൽ ആശുപത്രി രോഗികളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സർവീസ് ഒരു മുഖാലയം തുറക്കണ്ടായി ഈ ഹോസ്പിറ്റലിലെ ആളുകളെ സഹായിക്കാനുള്ളത്. അപ്പം മരിച്ചപ്പോഴത്തേക്ക് ആശുപത്രി രോഗികൾ എന്ന് പറഞ്ഞവരെ അവരൊരു വലിയ ആദരവർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ചിന്ത അത് നമ്മുടെ മനസ്സിനെ കുറേയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിതാവിന്റെ ഈ സാമൂഹ്യ സേവനത്തിനുള്ള ഒരു ഇത്. അതായത് നമുക്ക് ഒത്തിരി അങ്ങനെയുള്ള ഒരു കഴിവുകളോ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ഉള്ളത് വെച്ചിട്ട് കൊടുക്കാനുള്ള ആ ഒരു മനസ്സിൽ വളരെയധികം ഉണ്ടായി. അതുപോലെ തന്നെ മാതാവിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു എനിക്ക് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് ലഭിച്ചത് മാതാവിൽ നിന്നാണ് പ്രധാനമായിട്ട്. അതായത് നല്ലൊരു പ്രാസംഗികയായിരുന്നു. അതെനിക്ക് വലിയ ഒരു ആവേശം. അതുപോലെ വലിയ ആളുകളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളാണ് എനിക്കറിയായിരുന്നു. ഇപ്പൊ പനമ്പള്ളി ഗോവിന്ദനെ കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ പനമ്പള്ളിയുടെ പ്രസംഗം, അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് പനമ്പള്ളി ഗോവിന്ദനെ അടുത്ത് ചേർത്തലങ്ങാണ്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ കേൾക്കാൻ പോയതാണ്. ഞാൻ വയറ്റിലുള്ള സമയത്താണ് പ്രസംഗം കേൾക്കാൻ പോകുന്നത്. അതെ, അങ്ങനെ വലിയൊരു എനിക്കൊരു ഉത്തേജനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ സംഘടനയുടെ സ്ഥാനത്ത് 26 വർഷം ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണെന്ന് തോന്നുന്നു. ബാങ്ക് ഓഫീസർ ട്രേഡ് യൂണിയൻ രംഗത്തിന് റെക്കോർഡാണ്. 26 വർഷം 25 അവസ്ഥയിൽ. അതിനു മുമ്പ് 6 വർഷം ജോലി സെക്രട്ടറി ആയിരുന്നു. 35 വർഷവും അതായത് നമ്മുടെ മെമ്പേഴ്സിന്റെ വിശ്വാസം. അതായത് ഞങ്ങൾക്ക് 2 വർഷത്തിൽ ഒരിക്കലാണ് ഇലക്ഷൻ. അത് പോസ്റ്റൽ ബാലറ്റാ. അപ്പൊ നമ്മുടെ മൊത്തം മെമ്പേഴ്സിൽ ജനറൽ ബോഡിക്ക് വരാത്തവർ വരെ വോട്ട് ചെയ്യും. 90% ആൾക്കാരും വോട്ട് ചെയ്ത് 32 വർഷം 16 ഇലക്ഷനിൽ 22 വർഷം ഉണ്ട്. അതൊരു നല്ല, എനിക്ക് നമ്മുടെ അംഗങ്ങളോടുള്ള വലിയൊരു കടപ്പാട് എനിക്കുണ്ട് അവരെന്നെ അർപ്പിച്ച വിശ്വാസത്തിൽ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് ബാങ്കിലെ ജീവനക്കാരായിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഭാഷ, വിഭിന്നമായ സംസ്കാരം, വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ളവർ, ഇവരെല്ലാം എങ്ങനെയാണ് താങ്കൾ ഒരു കുടക്കയിൽ കൊണ്ടുപോകുന്നത്? ഇപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിങ് ട്രേഡ് യൂണിയൻ രംഗത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള സംഘടനകൾക്ക് പൊതുവെ രാഷ്ട്രീയം കാണും എല്ലാവരും, പക്ഷെ ആ രീതിയിലുള്ള സംഘടനകൾ അഭിനയം ചെയ്യപ്പെട്ടുള്ളൂ. ഞങ്ങളുടെ ഓൾ ഇന്ത്യ ബാങ്കേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിലെയും ദേശസാൽകൃത ബാങ്കിലെയും സ്വകാര്യ മേഖല ബാങ്കിലെയും 2 ലക്ഷം ബാങ്കേഴ്സ് 90% പ്രതികരിക്കുന്ന സംഘടനയാണ്. അതൊരു രാഷ്ട്രീയേതര സംഘടനയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് സെൻട്രൽ ട്രേഡ് യൂണിയനുമായിട്ട് അഭിനയം ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ ചുവട് പിടിച്ച് തന്നെയാണ് ഞങ്ങൾ അതാത് ബാങ്കുകളിൽ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സിന് അഭിനയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ABOC എന്ന് പറയുന്ന കേന്ദ്ര സംഘടനയിലേക്കാണ്. അപ്പൊ അതിനും രാഷ്ട്രീയമായിട്ട് അഭിനയം ചെയ്യപ്പെട്ടില്ല. ABOCയും ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ അഭിനയം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനൊരു സൗകര്യമുണ്ട്. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർക്കും നമ്മുടെ ഇവിടെ പ്രവർത്തിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളും യൂണിയനെ പോലെ എല്ലാ രാഷ്ട്രീയ ഒരു യൂണിയൻ അങ്ങനെ വരുമല്ലേ. അത് പറയാം ഐക്യം. എല്ലാ ഓഫീസർമാരും ഒറ്റ കുടുക്കിലാണ് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷന്റെ വലിയൊരു നേട്ടമാണ്. അതിന്റെ ശക്തിയും അതിന്റെ കരുത്തും ഒക്കെ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവെ മലയാളികൾ കേരളത്തിന് പുറത്തു പോയാൽ കഠിനാധ്വാനം ചെയ്യുമെന്നും കേരളത്തിനകത്ത് വരുമ്പോൾ അത് കാണുന്നില്ല എന്നൊരു പൊതുവെ കുറക്കെ ഒരു അഭിപ്രായമുണ്ട്. അത് താങ്കളുടെ അനുഭവത്തിൽ എങ്ങനെയാണ്? എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റില്ല. കാരണം പൊതുവെ അങ്ങനെ അഭിപ്രായമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പിസാറ്റ് എന്ന് പറയുന്ന സ്ഥാപിച്ചത് ഞാൻ പല വിദഗ്ധരുമായിട്ട്, പ്രത്യേകിച്ച് പല സ്ഥാപനങ്ങളുടെ സ്ഥാപകർ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായി. അപ്പൊ പലരും പറയാൻ കേരളത്തിൽ അത്ര നിങ്ങൾ വിചാരിക്കാൻ എളുപ്പമല്ല. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട്. അവര് കടന്നു കയറും, പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകില്ല. അത് നിങ്ങൾ എങ്ങനെ ഉണ്ടെങ്കിൽ കേരളവും തമിഴ്നാട് അതിർത്തിയിൽ ഈ തമിഴ്നാടിന്റെ ഭാഗത്ത് പോയി നിങ്ങൾ തുടങ്ങുന്നവരെ വളരെ പ്രശ്നമായ ഒരു അഭിപ്രായപ്പെട്ടു. പക്ഷെ എനിക്ക് അതിനോട് എന്താണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്മെന്റ് ആളുകൾ നാടിനോടുള്ള ഒരു നാടിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അല്ല ഇന്ത്യക്ക് പുറത്ത് പോകണം, അല്ല കേരളത്തിന് പുറത്ത് പോകണം. അപ്പൊ കേരളത്തിൽ തന്നെ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ, വിജയിപ്പിച്ചുകൂടാ? അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ പുറത്തു പോയിട്ട് ഒരു സ്ഥാപനത്തിൽ പൈസ ഉണ്ടാക്കല്ല നമ്മുടെ ഉദ്ദേശം. ഒരു സാഹചര്യം, നല്ല സാഹചര്യം സൃഷ്ടിക്കാൻ എല്ലാവരും നമ്മളെ സഹായിക്കും. നമുക്ക് ഉദ്ദേശിച്ചിട്ട് ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. അത് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് എന്റെ അനുഭവം പഠിപ്പിക്കുന്നത്. മലയാളി എന്നുള്ള നിലയിൽ കേരളത്തിലൊരു ജീവിക്കുന്നതിലും അഭിമാനം കൊള്ളുകയാണ്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. കാരണം എവിടെയെങ്കിലും പോയി സ്ഥാപനം തുടങ്ങാനുള്ളതല്ല, കേരളത്തിൽ തന്നെ അത് വിജയിപ്പിക്കണം, അത് കാണിച്ചു കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 100% വിജയിപ്പിക്കാണെന്നാണ് ഇതുവരെയുള്ള എന്റെ അനുഭവം തോന്നുന്നത്. അത് 33ാമത്തെ വയസ്സിലല്ലേ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട്? ആ സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് എന്ത് തോന്നി? അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആ ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കാരണം എന്റെ മുന്നുള്ള ജനറൽ സെക്രട്ടറിമാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരാം. അവർ ബാങ്കിൽ നിന്ന് എല്ലാവരും തന്നെ ജനറൽ മാനേജർമാരായിട്ട് ബാങ്കിൽ റിട്ടയർ ചെയ്ത് തരാം.
അവരുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് അവിടെയൊക്കെ ഇത്രയും ടോപ്പിലേക്ക് എത്തിയ ആൾക്കാരാണ് മുൻഗാമികൾ. അപ്പോൾ എത്രമാത്രം എനിക്ക് പറ്റും എന്നുള്ള ഒരു സന്ദേഹം എന്നെ സംബന്ധിച്ചോളം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ധൈര്യം, ആത്മധൈര്യം ഉണ്ടായിരുന്നു. നമുക്കതിപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മധൈര്യം ഉണ്ടായിരുന്നു. അന്ന് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തീർത്തു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല. പറഞ്ഞാൽ അന്ന് എല്ലാത്തവണ നമുക്ക് സർക്കുലർ ഇറക്കണം. ഈ അസോസിയേഷന്റെ സർക്കുലറുകൾ മെമ്പേഴ്സിന് അയക്കണം. മെമ്പേഴ്സിന്റെ സർക്കുലർ അയക്കണം. ഒരു ജനറൽ ബോഡി നടത്തണം. അതാണ് നമ്മുടെ ഒരു മെയിൻ സംഘടനാ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ ഓഫീസർമാരുടെ ഇടയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് മറ്റുണ്ടായ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം ഉണ്ടായി. കാരണം അത് ഞാൻ ആ കാര്യം ഞാൻ മിസ് ചെയ്യാം. കാരണം അതിന് പ്രത്യേക കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു ഓഫീസറായിട്ട് വരുമ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ മാനേജർ പോസ്റ്റുള്ളവർക്ക് ഭയങ്കര ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജർ അല്ലാത്തവർ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഈ പറയുന്ന സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ അന്നത്തെ സിസ്റ്റം ഇതുപോലെ ഒരു വ്യവസ്ഥാപിതമായ പ്രൊമോഷൻ സ്കീമില്ല. അപ്പോൾ എനിക്കൊന്ന് ഈ ഓഫീസർമാരുടെ സേവന വേതന മെച്ചപ്പെടുത്തും. ഇതെൻ്റെ ഒരു വലിയ റോളായിട്ട് ഞാൻ കരുതി. പെട്ടെന്ന് അതിന് ഓഫീസർമാർ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ടാസ്ക് അതാണ് ഞാൻ എടുത്തത്. അതിനുവേണ്ടി മുന്നിലിറങ്ങി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സർവീസ് കണ്ടീഷൻസ് ഓഫീസർമാർ കിട്ടുന്ന ബാങ്കിൽ നിന്നുള്ള ഒരു ഖ്യാതി ഈ 2000 മുമ്പായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതൊരു പോയിന്റ് ആയിരുന്നു. കാരണം നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഇൻസൈഡ് നമുക്ക് പ്രവർത്തിക്കാവുന്നത് മാക്സിമം നമ്മൾ ചെയ്യും. അതുപോലെ ആ അസോസിയേഷൻ സ്വന്തമായിട്ട് ആസ്ഥാന മന്ദിരം, അതുപോലെ ഒരു വെൽഫെയർ ഫണ്ട് സ്കീം, ഒരു ഫാമിലി ട്രെയിനിങ് മെമ്പർ മരിച്ചാൽ 6 ലക്ഷം രൂപ കിട്ടാവുന്ന ആ രീതിയിലേക്ക് കാര്യം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരു ബാങ്കിൻ്റെ ഉള്ളിൽ സർവീസ് കണ്ടീഷൻസിന്റെ സൗകര്യങ്ങൾ അടിസ്ഥാനം ചെയ്യാവുന്ന മാക്സിമത്തിലേക്ക് എത്തി. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്ത ഒരു തീരുമാനം, കാരണം 2000 ആണ്ടപ്പോഴേക്ക് എടുത്തൊരു തീരുമാനം, ഇത് നമ്മുടെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരാ. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദി സൊസൈറ്റി. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നല്ല അക്കാഡമിക് ബില്യൻസോടുകൂടി, അതുപോലെ CAIIB എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സാമിനേഷൻ അത് ഞാൻ പാസ്സായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് എനിക്ക് താഴത്തെ തൊട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു കരിയർ പ്രോസ്പെക്ട്സ് എനിക്ക് ഫെഡറൽ ബാങ്ക് ഉണ്ടായിരുന്നു. അതായത് ഏത് നല്ലൊരു ലെവലിലേക്ക്, ഏത് ഇപ്പോൾ ബാങ്കിന്റെ ഉന്നത സ്ഥാനത്തേക്ക് കരിയർ പ്രോസ്പെക്ട്സ് ഉണ്ട്. ആ സമയത്ത് അത് ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ജനറൽ സെക്രട്ടറി ഈ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് കുറേ വർഷം ഇരുന്ന് തീർക്കാനുള്ളതല്ല. ഐ ഹാവ് ടു ഡു സംതിങ് മോർ. അത് നോട്ടുള്ള ഈ ഫെഡറൽ ബാങ്ക് ഈ പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ വലിയ പ്രതീക്ഷകൾ മറ്റുള്ളവരുണ്ടായെന്ന് പറയുന്ന പോലെ എനിക്ക് അതിന് കുറേ നീതി പുലർത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു ഒരു പരാജയമായിരിക്കും. കാരണം ഒരു സംഘടനയുടെ ഒരു ഓഫീസറായിട്ട് കുറേ വർഷം ഇതുവരെ സംഘടനകളായിട്ടുണ്ട്, കുറെ പേർക്ക് ദീർഘകാലം ഇരിക്കുന്നുണ്ടാവും. എന്നാലും നമുക്ക് ഒരു വലിയ സംഭാവന, ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സൊസൈറ്റിക്കാണ്. കാരണം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ പഠിക്കുന്ന സ്കൂളായാലും കോളേജായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായാലും, ഇപ്പോൾ കോർബി സാറിന്റെ ആ ദീർഘവീക്ഷണം ആണ് ഈ ഫെഡറൽ ബാങ്കിന് ജന്മം കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രവർത്തനം, അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യം നോക്കാതെ കൊടുത്ത ആ സംഭാവനകളാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ നമ്മുടെ ചില സംഭാവനകൾ ഈ സമൂഹത്തിനുണ്ടാകണം, വരുന്ന തലമുറയ്ക്കുണ്ടാകണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. അതിനിപ്പോൾ എനിക്ക് ഒരു FBO ഈ ഫെഡറൽ ബാങ്ക് ഓഫീസ് അസോസിയേഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു ബാങ്കുകളും ചെറിയ ബാങ്ക് ആണെങ്കിലും എണ്ണം കുറവാണെങ്കിലും ഈ ഒരു ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 99 ഞങ്ങളുടെ കോട്ടയത്ത് ചേർന്ന നാഷണൽ കോൺഫറൻസ്, അതിലൊരു നിർദ്ദേശം ജനറൽ സെക്രട്ടറി ഞാൻ മുന്നോട്ട് വെച്ചു, ഒരു മില്ലേനിയം ഗിഫ്റ്റ് ടു സൊസൈറ്റി. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ നമ്മുടെ പോസിറ്റിവിറ്റിക്ക് അത് നല്ലതാണ്, ഭാവി തലമുറയ്ക്ക് നല്ല ഒരു കാര്യമാണ്. അപ്പൊ അതെന്തുകൊണ്ടായിക്കൂടാ. അപ്പൊ ഓഫ്കോഴ്സ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഇത് നമ്മുടെ ഏരിയയാണോ, ഒത്തിരി ഏജൻസി ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കിടക്കണോ. പിന്നെ സെൽഫ് ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആരോപണങ്ങളാണ് നമ്മുടെ ക്യാപിറ്റേഷൻ. അതെ നടപടികൾ താങ്കൾ തന്നെയായിരുന്നു അതിന്റെ അതെ അതിന്റെ ഐഡിയ. കാരണം ജനറൽ സെക്രട്ടറി ആണ് വന്നത്. അപ്പൊ ഞാനാണ് അന്തരീക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അത് പങ്കുവയ്ക്കുന്നു, അവർ സപ്പോർട്ട് ചെയ്യുന്നു, ജനറൽ ബോഡിയിൽ അത് പ്രസന്റ് ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി റിപ്പോർട്ടിലൂടെയാണ് അത് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഷെഡ്യൂൾ ബാങ്ക് അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്ക് ആരും ചെയ്തിട്ടില്ല. സംഘടനയും ചെയ്തിട്ടില്ല. പക്ഷെ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസർ സ്കൂളുകൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു വിരലുണ്ടായിരുന്നു. കാരണം ചെന്നൈയിലും അവിടെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള സ്കൂളുകൾ നടത്തിയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ഈ ഐഡിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഈ പോളിസി മാറാതെ പറ്റില്ല. കാരണം സ്ഥിരമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ മുഴുവൻ കുട്ടികളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും നിൽക്കുന്ന സ്ഥിതി എങ്ങനെ വന്നാലും അത് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ എന്നുള്ള തീരുമാനിക്കുകയും അത് കമ്മിറ്റി അവതരിപ്പിക്കുകയും അപ്പൊ നമ്മളിലുള്ള അവൈലബിൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറച്ച് സ്ഥലം അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപനമായ ഹോർമിസ് സാറിന് KP ഹോർമിസ് സാറിന്റെ ജന്മസ്ഥലം മൂക്കന്നൂരിൽ സ്ഥാപിച്ചുകൂടാ എന്നാലോചിച്ചു. അങ്ങനെ ആ ഐഡിയയുമായിട്ട് ഞങ്ങൾ മൂക്കന്നൂർ ജില്ലയിൽ
ജനസ്ഥലം അവിടെ ഒരു മീറ്റൊക്കെ വിളിച്ച് കൂട്ടി കുറച്ച് സ്ഥലം 25 ഏക്കർ വേണം. അപ്പൊ 25 ഏക്കർ അങ്ങനെ സംഘടിപ്പിച്ചു. ഇന്നിപ്പോ ഇപ്പൊ 40 ഏക്കറോളം സ്ഥലമായി. ഇന്ന് പുതിയ നിയമത്തിൽ 10 ഏക്കറുണ്ട്, അന്ന് 25 വേണം. അപ്പൊ ഈ 4 ഇഞ്ചിനുള്ള സ്ഥലം സ്വപ്ന സാക്ഷാത്കാരം താങ്കളിലൂടെയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആ ക്യാമ്പസ് ഹോർമിസ്റ്റായിട്ട് വരും. 38 വർഷം ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും കോർത്തിണക്കി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ശ്രീ PV മാത്യു 2013 സെപ്റ്റംബർ 30 ഫെഡറൽ ബാങ്കിൽ നിന്നും വിരമിച്ചു. അംഗങ്ങളുടെ ക്ഷേമത്തിനും പൊതുസമൂഹത്തിന് ഗുണകരമായ സേവന പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്ന നേതാവിന് നന്ദിയും ആദരവും അർപ്പിക്കുന്നതിനായി 2013 ഒക്ടോബർ 1 ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിൽ FBOA-യുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി. FBOA അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ആന്റണി ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കേന്ദ്രമന്ത്രി ശ്രീ വയലാർ രവി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, സംസ്ഥാന എക്സൈസ് ആൻഡ് പോർട്ട് വികസന മന്ത്രി ശ്രീ K ബാബു, ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്യാം ശ്രീനിവാസൻ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓഫീസേഴ്സ് ഫെഡറേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ ശ്രീ PV മാത്യു 23 വർഷം ആ സ്ഥാനത്ത് തുടർന്നു. നിരവധി സമരങ്ങളിലൂടെ തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതിനൊപ്പം മാനേജ്മെന്റുകളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ലഭിച്ച അംഗീകാരങ്ങൾക്കും അനുമോദനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ശ്രീ PV മാത്യു നന്ദി രേഖപ്പെടുത്തി. നേടിയതൊന്നും തന്റേതല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തന്റെ വിജയമെന്നും തനിക്ക് ലഭിച്ചത് സമൂഹത്തിന് തിരിച്ചു നൽകേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും ഇനിയും സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുവാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നിരിക്കുന്ന ആലുവ ടൗൺ ഹാൾ നമ്മളാരും പണിതൊന്നുമല്ല, അത് മുൻഗാമികൾ മിഷനുള്ള UJ സാറിനെ പോലെയുള്ള അന്തരിച്ചുപോയ UJ സാറിനുള്ള ആൾക്കാരെ ചെയ്തതാണ്. അങ്ങനെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവരുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ട് മനുഷ്യരാകുന്നത്, നമ്മുടെ മനുഷ്യരുടെ ജീവിതം വിജയമാകും. നമുക്ക് ജോലി കിട്ടി, മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു, ഒരു വലിയ കെട്ടിടം പണിതു, ഒരു നല്ല കാർ മേടിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്ന് വിചാരിക്കേണ്ട. എത്രമാത്രം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെസ്സേജ് എന്റെ ഇവിടെ വന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കാം. കിട്ടിയതിനേക്കാൾ കൂടുതൽ കുടുംബത്തിൽ നിന്ന്, ബാങ്കിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ നമ്മൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വളർത്തണം. ട്രേഡ് യൂണിയനുകൾ മാതൃകയാക്കേണ്ട പ്രവർത്തന ശൈലി, പൊതുപ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്നുകൊണ്ട് യാത്ര തുടരുകയാണ് ശ്രീ PV മാത്യു.